ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പാകിസ്ഥാനിൽ ബംഗ്ലാദേശ് മോഡൽ കലാപം തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്ത് വരികയായിരുന്നു. അവിടെ ഒരു വലിയ മാർച്ചിനുള്ള ആഹ്വാനവും അതിൻ്റെ പ്രചരണവുമൊക്കെ ആയിരുന്നു കഴിഞ്ഞ 1.5 മാസക്കാലമായിട്ട് പാകിസ്ഥാനിൽ നടന്നു വന്നിരുന്നത്. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ജയിൽ മോചിതനാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇമ്രാൻഖാൻ്റെ പാർട്ടിയായ PTI ഈ മാർച്ചിന് ആഹ്വാനം ചെയ്തത്. വിവിധ തരത്തിലുള്ള സമ്മേളനങ്ങളും പ്രചരണ പരിപാടികളുമൊക്കെ നടത്തി വലിയ മുന്നൊരുക്കം നടത്തിയതിനു ശേഷമാണ് ഇസ്ലാമാബാദിലേക്കുള്ള മാർച്ചായിരുന്നു, ഭരണ സ്ഥിരാകേന്ദ്രത്തിലേക്കുള്ള മാർച്ചായിരുന്നു. ഈ മാർച്ച് തടയുന്നതിനായിട്ട് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ കർഫ്യൂ പ്രഖ്യാപിച്ചു, ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചു, മൊബൈൽ സംവിധാനങ്ങളെല്ലാം തന്നെ നിർത്തിവെക്കുന്ന ഒരു രീതിയിലേക്ക് മാറി. ഒപ്പം തന്നെ ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ കൊണ്ടുവന്ന് റോഡിന് കുറുകെ ഇട്ട് ഇസ്ലാമാബാദിലേക്കുള്ള എല്ലാ കവാടങ്ങളും അടച്ചിരുന്നു എന്നുള്ളതായിരുന്നു നൽകിയ വാർത്തയെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇന്നലെ രാത്രിയോടുകൂടി ഈ പറയുന്ന മാർച്ച് ഇസ്ലാമാബാദിലേക്ക് കടന്നു കയറുകയും സുരക്ഷാ സംവിധാനങ്ങളെല്ലാം മറികടന്നുകൊണ്ടും ബാരിക്കേഡുകൾ മറികടന്നും ബംഗ്ലാദേശിന് സമാനമായി ഭരണസ്ഥിരാകേന്ദ്രങ്ങളിലെ ചില ഓഫീസുകളുടെ മുമ്പിലേക്ക് എത്തിയപ്പോഴാണ് പോലീസ് വെടിവെച്ചത്. അതിൽ 6 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. പോലീസിൻ്റെ ഭാഗത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർ 4 പേർ കൊല്ലപ്പെട്ട വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ 70-ലധികം ഉദ്യോഗസ്ഥന്മാർക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു. അങ്ങനെ വലിയ രീതിയിൽ ഒരു കലാപമായി പാകിസ്ഥാനിലെമ്പാടും ഇത് മാറുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.